ADBI ബാങ്ക് ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് വർദ്ധിപ്പിച്ചു. നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യ 6.9% വളർച്ച കൈവരിക്കുമെന്നാണ് ADBയുടെ പുതിയ പ്രവചനം. ആദായ നികുതിയിലെയും GSTയിലെയും ഇളവുകൾ വളർച്ചയ്ക്ക് വലിയ പങ്കാണ് വഹിച്ചിരിക്കുന്നത്. എന്നാൽ പശ്ചിമേഷ്യൻ യുദ്ധം വെല്ലുവിളിയാകുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. നോക്കാം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് വർദ്ധിപ്പിച്ച് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്. നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യ 6.9% വളർച്ച കൈവരിക്കുമെന്നാണ് ADBയുടെ പുതിയ പ്രവചനം. ആഭ്യന്തര വിപണിയിലെ കരുത്തും US നികുതി ഇളവുകളും ഇന്ത്യക്ക് തുണയാകുമെങ്കിലും പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾ കടുത്ത വെല്ലുവിളിയാണെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. ഇന്ത്യയുടെ GDP വളർച്ച സുശക്തമായി തുടരുമെന്നാണ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ഔട്ട്ലുക്ക് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം രേഖപ്പെടുത്തിയ 7.6% വളർച്ചയുടെ തുടർച്ചയായി ഈ വർഷം 6.9%, അടുത്ത വർഷം 7.3% വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം രാജ്യം കൈവരിച്ച 7.6% വളർച്ചയ്ക്ക് പിന്നിൽ ആദായ നികുതിയിലെയും GSTയിലെയും ഇളവുകൾ വലിയ പങ്കുവഹിച്ചതായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. രാജ്യത്തുടനീളം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ ഫ്രോഡ് കേസുകൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി ഇടപാടുകളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്താൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ UPI വഴി അയക്കുന്ന പണം 1 മണിക്കൂർ കാലതാമസമെടുത്ത് സ്വീകർത്താവിലേക്ക് എത്തുന്നത് തരത്തിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്താനാണ് നീക്കം. പുതിയ നിർദ്ദേശം നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി മെയ് 8 വരെ പൊതുജനാഭിപ്രായം തേടുമെന്നും റിസർവ് ബാങ്ക് അറിയിച്ചു. ലഭിക്കുന്ന പ്രതികരണങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമേ റിസർവ് ബാങ്ക് ഇത് സംബന്ധിച്ച ഔദ്യോഗിക മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുകയുള്ളൂ. വിദേശത്തു നിന്നും അയക്കുന്ന പണം വൈകാതെ നാട്ടിൽ ലഭ്യമാക്കണമെന്ന് RBI. ഇതു സംബന്ധിച്ച് RBI ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. ബാങ്കിന് പണം ലഭിച്ചാലുടൻ ഉപഭോക്താവിനെ അറിയിക്കണം. ബാങ്കിൻ്റെ പ്രവൃത്തി സമയം കഴിഞ്ഞാണ് സന്ദേശം ലഭിക്കുന്നതെങ്കിൽ അടുത്ത പ്രവൃത്തി ദിവസം തുടക്കത്തിൽ തന്നെ ഉപഭോക്താവിന് അറിയിപ്പ് നൽകണമെന്നും RBI നിർദ്ദേശിച്ചു. വിദേശ രാജ്യങ്ങളിലെ ബാങ്കുകളിൽ ഇന്ത്യയിലെ ബാങ്കുകൾ ആ രാജ്യത്തിൻ്റെ കറൻസിയിൽ തുറക്കുന്ന അക്കൗണ്ടുകളെയാണ് നോസ്ട്രോ അക്കൗണ്ടുകൾ എന്ന് വിളിക്കുന്നത്. ഈ അക്കൗണ്ടുകളിൽ ലഭിക്കുന്ന പണം സ്ഥിരീകരിക്കുന്നതിനായി ബാങ്കുകൾ ഇനി മുതൽ ഓരോ മണിക്കൂറിലും പരിശോധന നടത്തണം. വിദേശ വിനിമയ വിപണി പ്രവർത്തിക്കുന്ന സമയത്ത് പണം ലഭിച്ചാൽ അതേ ദിവസം തന്നെ അക്കൗണ്ടിലേക്ക് തുക മാറ്റാൻ ബാങ്കുകൾ ശ്രമിക്കണമെന്നാണ് നിർദ്ദേശം. പരിഷ്കാരങ്ങൾ 6 മാസത്തിനകം നടപ്പാക്കണമെന്നും RBI. രാജ്യത്തെ പ്രമുഖ സ്വകാര്യ ഇന്ധന വിതരണക്കാരായ റിലയൻസ് ഇൻഡസ്ട്രീസ് തങ്ങളുടെ പെട്രോൾ പമ്പുകളിൽ ഇന്ധന നിയന്ത്രണം ഏർപ്പെടുത്തി. ഒരു വാഹനത്തിന് ഒരു തവണ പരമാവധി 1000 രൂപയുടെ ഇന്ധനം മാത്രമേ നൽകാവൂ എന്നാണ് നിർദ്ദേശം. BPPICയുമായി ചേർന്ന് നടത്തുന്ന ജിയോ BP പമ്പുകളിലാണ് നിലവിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. യുദ്ധം കാരണം ക്രൂഡ് ഓയിൽ ഇറക്കുമതി തടസ്സപ്പെട്ടതും വിതരണ ശൃംഖലയിലെ അനിശ്ചിതത്വവുമാണ് നീക്കത്തിന് പിന്നിൽ. താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും വിതരണം പഴയപടി ആയിട്ടില്ല. ഇന്ധനം പൂഴ്ത്തിവയ്ക്കുന്നത് ഒഴിവാക്കാനും പമ്പുകളിലെ സ്റ്റോക്ക് പെട്ടെന്ന് തീർന്നു പോകാതിരിക്കാനും വേണ്ടിയാണ് ഈ നടപടി. കുവൈറ്റിൽ വീണ്ടും ഇറാന്റെ ഡ്രോൺ ആക്രമണം. രാജ്യത്തെ അതീവ സുരക്ഷാ മേഖലയായ നാഷണൽ ഗാർഡ്സിന്റെ സൈറ്റിലാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ നാശനഷ്ടമുണ്ടായെന്നും ആളപായമില്ലെന്നും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കെട്ടിടങ്ങൾക്കും സൈനിക സാമഗ്രികൾക്കുമാണ് കേടുപാടുകൾ സംഭവിച്ചത്. സ്ഫോടനത്തിന് പിന്നാലെ എമർജൻസി ടീമുകൾ സ്ഥലത്തെത്തുകയും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു. ഇസ്ലാമാബാദിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് കുവൈറ്റിന് നേരെ ഡ്രോൺ ആക്രമണമുണ്ടായത്. ഇന്ത്യ-US വ്യാപാര ചർച്ചകൾ ഈ മാസം അവസാനം വാഷിംഗ്ടണിൽ പുനരാരംഭിക്കും. അമേരിക്കയും ഇന്ത്യയും മുമ്പ് ഒരു വ്യാപാര കരാറിൽ ധാരണയിലെത്തിയിരുന്നു. ഈ മാസം അവസാനം വാഷിംഗ്ടണിൽ ഒരു ഇന്ത്യൻ പ്രതിനിധി സംഘം എത്തുമെന്ന് ഇന്ത്യയിലെ US അംബാസിഡർ സെർജിയോ ഗോർ പറഞ്ഞു. US സുപ്രീം കോടതി വിധിയെ തുടർന്ന് താരിഫ് സാഹചര്യത്തെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വം കാരണം ചർച്ചകൾ മാറ്റിവച്ചിരുന്നു. ഇടക്കാല കരാർ പ്രകാരം ഇന്ത്യയുടെ മേലുള്ള താരിഫ് 18% കുറയ്ക്കാൻ US സമ്മതിച്ചിരുന്നു. ഈ മാസം അവസാനം നടക്കുന്ന യോഗം താരിഫുകളുടെ മുന്നോട്ടുള്ള വഴിയെക്കുറിച്ചും വ്യക്തത നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇടക്കാല കരാറിന് കീഴിൽ അന്തിമമാക്കിയ സെക്ഷൻ 232 പ്രകാരമുള്ള നോൺ താരിഫ് തടസ്സങ്ങളും US താരിഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇരുപക്ഷവും അന്തിമമാക്കുമെന്നും പ്രതീക്ഷിക്കുന്നു.
ഭൂമിയിലേക്കുള്ള തിരിച്ചിറക്കത്തിനൊരുങ്ങി ആർട്ടിമസ് 2 സംഘം. നാളെ പുലർച്ചെ 5:37 പേടകം ഭൂമിയിലിറങ്ങും. സാന്റിയാഗോ തീരത്തോട് ചേർന്ന് ശാന്ത സമുദ്രത്തിലാണ് യാത്രാ പേടകമായ ഓറിയോൺ ഇൻ്റഗ്രിറ്റി വന്നിറങ്ങുക. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് 45 മിനിറ്റ് മുമ്പ് പേടകത്തിൽ നിന്നും സർവീസ് മൊഡ്യൂൾ വേർപെടുത്തും. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഘട്ടം അതീവ നിർണായകമാണ്. കടലിൽ നിന്നും പേടകത്തെയും യാത്രികരെയും വീണ്ടെടുക്കാൻ അമേരിക്കൻ നാവികസേനയുടെ USS ജോൺ പി മുർത്ത എന്ന പ്രത്യേക കപ്പൽ സജ്ജമാണ്. കപ്പലിൽ വെച്ചു തന്നെ സഞ്ചാരികളുടെ പ്രാഥമിക വൈദ്യപരിശോധന നടത്തും. അതിനുശേഷം ഹെലികോപ്റ്ററിലാകും 4 പേരെയും ഹൂസ്റ്റണിലെ നാസയുടെ ജോൺസൺ സ്പേസ് സെന്ററിലേക്ക് മാറ്റുക. ഭൂമിയിൽ നിന്നും ഏറ്റവും അകലേക്ക് സഞ്ചരിച്ച മനുഷ്യർ എന്ന റെക്കോർഡ് സ്വന്തം പേരിലാക്കിയാണ് ആർട്ടിമസ് 2 ദൗത്യ സംഘം മടങ്ങി വരുന്നത്. 54 വർഷത്തിന് ശേഷം നടന്ന മനുഷ്യചാന്ദ്ര ദൗത്യത്തിലൂടെ അത്യപൂർവ ചിത്രങ്ങൾ സംഘം പകർത്തുകയും ചെയ്തു. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ മണ്ണെണ്ണ വില പുതുക്കിയത് മത്സ്യമേഖലയ്ക്ക് പ്രതിസന്ധി. മറ്റു സംസ്ഥാനങ്ങളെ പോലെ അപേക്ഷിച്ച് മണ്ണെണ്ണ ഉപയോഗിക്കുന്ന ഇൻബോർഡ് വള്ളങ്ങളുടെ എണ്ണം കേരളത്തിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മണ്ണെണ്ണ ഉപഭോഗത്തിലും സംസ്ഥാനം മുന്നിലാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് സഹായകരമാകും വിധം കഴിഞ്ഞ മാസം വള്ളങ്ങൾക്കുള്ള മണ്ണെണ്ണ സബ്സിഡി സംസ്ഥാന സർക്കാർ 25 രൂപയിൽ നിന്നും 50 രൂപയാക്കി വർദ്ധിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെ എണ്ണ കമ്പനികൾ വില പുതുക്കി നിശ്ചയിച്ചത് പ്രകാരം മത്സ്യഫെഡ് ഏപ്രിൽ 1 മുതൽ ലിറ്ററിന് 51.59 രൂപ വർദ്ധിപ്പിക്കുകയും ചെയ്തു. ലിറ്ററിന് 102 രൂപയായിരുന്നു മുമ്പത്തെ വില. ഇപ്പോഴത് 153.59 ആയിട്ടുണ്ട്. 10 HP എഞ്ചിനുള്ള വള്ളങ്ങൾ പ്രതിദിനം 140 ലിറ്റർ മണ്ണെണ്ണ വരെ ഉപയോഗിക്കുന്നുണ്ട്. 7000 രൂപ ഒരു ദിവസം ഇവർക്ക് ചെലവാകുന്നുണ്ട്. എന്നാൽ വില വർധന പ്രാബല്യത്തിലാകുന്നതോടെ മത്സ്യബന്ധനത്തിന് പോകാൻ വൻ തുക അധികം ചെലവഴിക്കേണ്ടി വരുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. സർവീസിലുള്ളവർക്കും വിരമിച്ചവർക്കും വ്യത്യസ്ത ക്ഷമാപത്ത നിരക്കുകൾ പ്രഖ്യാപിച്ച് KSRTCയുടെ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി. വ്യത്യസ്ത ക്ഷമാപത നിരക്കുകൾ ഏകപക്ഷീയമാണെന്ന് കോടതി വ്യക്തമാക്കി. ജസ്റ്റിസുമാരായ മനോജ് മിശ്ര, PB വരാലെ എന്നിവർ അടങ്ങിയ ബെഞ്ചിൻ്റേതാണ് ഉത്തരവ്. സുപ്രീം കോടതി വിധി KSRTCക്ക് കോടികളുടെ സാമ്പത്തിക ബാധ്യത സൃഷ്ടിച്ചേക്കും. വ്യത്യസ്ത ക്ഷാമബത്ത നിരക്കുകൾ പ്രഖ്യാപിച്ച് KSRTCയുടെ ഉത്തരവ് നേരത്തെ കേരള ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ഇതിനെ ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാരും KSRTCയുമാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ വർധനവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 75 രൂപ വർദ്ധിച്ച് 1 ഗ്രാമിന് 14,025 രൂപയായി. പവന് 600 രൂപ വർദ്ധിച്ച് 1,12,200 രൂപയായി. 18 ക്യാരറ്റ് സ്വർണത്തിനും വില വർദ്ധിച്ചു. ഗ്രാമിന് 60 രൂപ വർദ്ധിച്ച് 1 ഗ്രാമിന് 11,525 രൂപയായി. പവന് 480 രൂപ വർദ്ധിച്ച് 1 പവന് 92,200 രൂപയായി. വെള്ളി 260 രൂപയിലാണ് വ്യാപാരം. ഇതോടെ 1 മണി വാർത്ത പൂർണ്ണമാകുന്നു. ഇനി മാർക്കറ്റ് അപ്ഡേറ്റ്സുമായി വിഷ്ണു ചേരുന്നു. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.